ഹായ് നീ 2026ന്റെ നോട്ടിഫിക്കേഷൻ ഫൈനലി ഔട്ടായിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സിൽ മാർച്ച് 8 വരെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം. അതിനുശേഷം 10-12 തീയതികളിൽ നമുക്കിത് കറക്ഷൻ്റെ ഓപ്പണിംഗ് ആവും. അതിനുശേഷം മെയ് 3-നാണ് നമ്മുടെ എക്സാം വരിക. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഈ വീഡിയോ വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഫോർ നീറ്റ് യു ജി രജിസ്ട്രേഷനെ കുറിച്ചാണ്. സോ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് neet.nta.nic.in ആണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നീറ്റ് NTA എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് neet.nta.nic.in എന്ന വെബ്സൈറ്റ് എടുക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ ഇവിടെ വരും. ഈ പോർട്ടലിൽ അവിടെ ഇൻഫോർമേഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഉണ്ടാകും. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നീറ്റ് എക്സാമായി ബന്ധപ്പെട്ട് എന്നത് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, പറയുന്നുണ്ടാവും. സോ നമുക്കിനി താഴേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്നൊക്കെ പറഞ്ഞ രജിസ്ട്രേഷൻ കാണാം. ഇവിടെ രജിസ്ട്രേഷൻ ഫോർ നീറ്റ് യു ജി എന്ന് കണ്ടോ, ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഒരു രജിസ്ട്രേഷൻ പേജിലേക്ക് അത് റീഡയറക്റ്റ് ആകും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും, എക്സാമിനേഷൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നിങ്ങളുടെ സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ, അതാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉള്ളത്. ഇതിന്റെ അപ്പുറത്താണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യേണ്ട സിമ്പിൾ, ഇതാണ് ഈ ന്യൂ രജിസ്ട്രേഷൻ. നമുക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഇടവിട്ട് വന്ന് രജിസ്ട്രേഷൻസ് ബാക്കിയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉണ്ടാകും. ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് വേണം ഇത് ലോഗിൻ ചെയ്യാൻ. നിലവിൽ ഞാൻ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഞാനിവിടെ ന്യൂ രജിസ്ട്രേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ന്യൂ രജിസ്ട്രേഷനോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് അവർ കാണിക്കുന്ന നമ്മുടെ പ്രോസസ്സാണ് രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെൻറ്റ്. ഈ 3 പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫൈനലി ഒരു അക്നോളജ്മെൻറ്റ് ഷീറ്റ് കിട്ടും. ഈ അക്നോളജ്മെൻറ്റ് ഷീറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ രജിസ്ട്രേഷൻ എന്താകത്തുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി കിട്ടില്ല. ഫീ പേയ്മെൻറ്റും കഴിഞ്ഞ് അവസാനത്തെ അക്നോളജ്മെൻറ്റ് ഫോം പ്രിൻ്റ് എടുത്ത് ഒരു 5 കോപ്പിയെങ്കിലും കൈ സൂക്ഷിക്കുക. അതാണ് നമ്മുടെ ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ നീറ്റ് യു ജി രജിസ്ട്രേഷൻ. സോ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഫീസിന്റെ കാര്യം പറയുകയാണ്. നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ OBC കാറ്റഗറി, EWS കാറ്റഗറീസ് ഒക്കെ ആണെങ്കിൽ 1600 രൂപയാണ് നിങ്ങളുടെ ഫീ വരുന്നത്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1700, അതേപോലെ SC/ST PWD കാറ്റഗറീസ് ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുമാണ് ഫീ തരിക. അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ 80% ഫേസും വിസിബിൾ ആവണം, ഇയർ വിസിബിൾ ആവണം, വിസിബിൾ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. മറ്റൊരു കാര്യം, സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, എപ്പോഴും സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്പെക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാം. വല്ലപ്പോഴും മാത്രം സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്പെക്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാം ഇയർക്കും കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിരിക്കണം. 80% വിസിബിലിറ്റി ആണ് അവർ പറയുന്നത്. മാസ്ക് വെക്കാൻ പാടില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോന്റെ ഒരു 4 തൊട്ട് 6 കോപ്പി വരെ നിർബന്ധമായും കയ്യിൽ സൂക്ഷിക്കണം. കാരണം രജിസ്ട്രേഷനിൽ മാത്രമല്ല നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടി വരിക. അതിന്റെ ഹാർഡ് കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാനും അതേപോലെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനും ഒക്കെ പ്രോസസ്സുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഹാർഡ് കോപ്പി എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ സൂക്ഷിക്കണം. അതേപോലെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫും നിങ്ങളുടെ കയ്യിൽ പറയണം. അത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇത് പറഞ്ഞാൽ മതിയാവും. ഇതിന്റെ പോസ്റ്റ് കാർഡ് സൈസ് ഉള്ള ഫോട്ടോഗ്രാഫും കൂടെ വേണം എന്ന് പറയുക. അതിൻ്റെയും ഒരു 4 കോപ്പി കയ്യിൽ സൂക്ഷിക്കുക. അതും നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യം വരുന്നതാണ്. അതിപ്പോഴേ സൂക്ഷിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോന്റെ കാര്യം പറഞ്ഞു. പാസ്പോർട്ട് സൈസ് ഫോട്ടോന്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, JPG JPEG ഫോർമാറ്റിലായിരിക്കണം. അവിടെ 10-നും 200 KB ഇടയിലാണ് നിങ്ങളുടെ ഫോണ്ട് സൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചറിന്റെ സൈസ് പറയുന്നത്. ഇനി സിഗ്നേച്ചർ ആണ്. ഒരു പേപ്പറിൽ നിങ്ങളെ സൈൻ ചെയ്തിട്ട് അതും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. കൃത്യമായിട്ടൊരു ബോൾ പെൻ കൊണ്ട് എഴുതിയ, ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ കൊണ്ട് എഴുതിയ സൈൻ ആയിരിക്കണം. ഐഡന്റിഫയബിൾ ആയിരിക്കണം. കാരണം അത് നിങ്ങളുടെ അക്നോളജ്മെന്റ് ഫോമിൽ വരും, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വരുന്നതിന് ശേഷം അത് മിസ്മാച്ച് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇതേ സൈൻ നമ്മൾ എക്സാം ഹാളിൽ ഇടുന്നതാണ്. അതുകൊണ്ട് മിസ്മാച്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിന്റെ സൈസും JPG ഫോർമാറ്റിൽ 10-നും 100 KB ഇടയിലാണ് വരുന്നത്. മറ്റൊരു കാര്യം, തമ്പ് ഇംപ്രഷനും ഫിംഗർ ഇംപ്രഷനുമാണ്. അപ്പൊ ഫിംഗർ ഇംപ്രഷനും തമ്പ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ 5 വിരലുകൾ ഉണ്ടല്ലോ, ഈ 2 കൈകളുടെയും 5 വിരലുകളുടെയും എന്ത് ചെയ്യണം, ഇംപ്രഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതൊരു സിംഗിൾ ഫയലായിട്ട് എന്ത് ചെയ്താൽ മതിയാവും, JPG ആയിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾ ഈ കൈയും ഈ കൈയിന്റെയും ഇംപ്രഷൻസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിന്റെ ഇമേജ് ഫോർമാറ്റ് വരുന്നത് 10 KB-ക്കും 200 KB-ക്കും ഇടയിലാണ്. അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഓൾ ഫിംഗേഴ്സ് ആൻഡ് തമ്പ് എന്നാണ്. ഫിംഗേഴ്സും തമ്പ് ഇംപ്രഷനും വേണം എന്ന കാര്യം മറക്കണ്ട.
ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഇത്രയും നമ്മൾ ഫോട്ടോ, സിഗ്നേച്ചർ, അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഫിംഗേഴ്സ് പ്ലസ് തമ്പ് ഇംപ്രഷൻ ആണ്. ഇനി നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ്സ് ആണ്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ഒന്നാമത്തത് ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ആണ്. ക്ലാസ് 10 സർട്ടിഫിക്കറ്റിന്റെ PDF ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ക്ലാസ് 10 സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ നെയിമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നീറ്റിന്റെ രജിസ്ട്രേഷൻ സമയത്തൊക്കെ നമുക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ സ്കാൻഡ് കോപ്പി ഓഫ് ക്ലാസ് 10 ഓർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ഇൻ PDF ഫോർമാറ്റ്. 50 KB-ക്കും 300 KB-ക്കും ഇടയിലുള്ള സ്കാൻഡ് കോപ്പി വേണം കൊടുക്കാൻ. നിങ്ങളുടെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് GPA-ലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കാൻഡ് കോപ്പി ഓഫ് ക്ലാസ് 10 ഓർ ഇക്വലന്റ് മാർക്സ് ഷുഡ് ബി ഇൻ PDF ഫോർമാറ്റ് എന്ന് പറഞ്ഞല്ലോ. ഇഫ് ക്ലാസ് 10 ഓർ ഇക്വലന്റ് മാർക്സ് ആർ ഇൻ CGPA, സ്കാൻഡ് കോപ്പി ഓഫ് കൺവേർഷൻ ഓർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, PDF ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യണം. CGPA-ലാണെങ്കിൽ അതിന്റെ കൺവേർഷൻ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, PDF ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാണ്ട് നോർമലി എന്ത് ചെയ്താൽ മതിയാവും, അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഐഡന്റിറ്റി പ്രൂഫ് ആണ്. സ്കാൻഡ് ഐഡന്റിറ്റി പ്രൂഫ് എന്ന് പറയും. അത് ശരിക്കും ആധാറാണ് ID പ്രൂഫ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി പ്രൂഫ് കൊടുക്കേണ്ടി വരില്ല. ഈ പാസ്പോർട്ട് ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിറ്റി ആയിട്ടുള്ളവർക്കാണ് പാസ്പോർട്ടൊക്കെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അത് നോക്കുക. മറ്റൊരു കാര്യം നമ്മുടെ അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫ്, പെർമനന്റ് അഡ്രസ്സിന്റെ പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ആധാർ കാർഡാണ് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സിന്റെ പ്രൂഫ്. പെർമനന്റ് അഡ്രസ്സിന്റെ പ്രൂഫ്, പ്രസന്റ് അഡ്രസ്സും അത് തന്നെയാണെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി അഥവാ എന്തെങ്കിലും സിറ്റുവേഷനിൽ പ്രസന്റ് അഡ്രസ്സ് വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രസന്റ് അഡ്രസ്സിന്റെ അവിടെയുള്ള എന്തെങ്കിലും ബിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലോഡ് ചെയ്യാം. അതും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ജനറൽ, EWS കാറ്റഗറി, ദാറ്റ് ഇസ് ജനറൽ കാറ്റഗറിക്ക് ഒന്നുമില്ല. EWS കാറ്റഗറിയിൽ വരുന്നവർക്കാണെങ്കിൽ EWS കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ട്. OBC NCL കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ SC/ST സർട്ടിഫിക്കറ്റ്സ്, പിന്നെ അതേപോലെ PWBD സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്തിരിക്കണം. ഇതിലൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീമിൽ നമ്മൾ OBC NCL സർട്ടിഫിക്കറ്റ് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. സ്റ്റേറ്റിന്റെ അണ്ടറിൽ OBC ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാസ്റ്റുകൾക്കാണ് റിസർവേഷൻ കിട്ടുക. പക്ഷെ നീറ്റിലേക്ക് വരുമ്പം നമ്മൾ കൊടുക്കേണ്ടത് സെൻട്രൽ ലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. സെൻട്രൽ ലിസ്റ്റിൽ, അതായത് NCBCയുടെ വെബ്സൈറ്റിൽ പോയാൽ, നിങ്ങൾ ജസ്റ്റ് NCBCയിൽ പോയാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിച്ച് ചെല്ലുമ്പോൾ തന്നെ അവർ പറയും ഇത് സെൻട്രൽ ലിസ്റ്റ് ആണെന്ന് പറയണം. അപ്പം നിങ്ങളുടെ കാസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ NCL സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അല്ലാത്തൊരു ജനറൽ കാറ്റഗറി തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കീമിന്റെ പോലെ അല്ല എടുക്കേണ്ടത്, അത് സെൻട്രൽ ലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വേണം കൊടുക്കാൻ. അത് വേണം ഇവിടെ അപ്ലോഡ് ചെയ്യാൻ. സോ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോഗ്രാഫ്, അതേപോലെ സിഗ്നേച്ചർ, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻസ്, പിന്നെ SSLC സർട്ടിഫിക്കറ്റ്, അഡ്രസ് പ്രൂഫ്, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ PWD സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, ഫോറിൻ നാഷണൽസ്, OCS കാർഡ് ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ പ്രൂഫ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് മാത്രമാണ് ഇടാൻ പ്ലാനെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ഈ രജിസ്ട്രേഷൻ എന്ന പോർഷൻ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടി അത് വെച്ച് എന്ത് ചെയ്താൽ മതിയാവും, പിന്നെ ലോഗിൻ ചെയ്താൽ മതിയാവും. ഇവിടെ ഒട്ടും തിരുത്താൻ പറ്റാത്ത ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. കൃത്യമായിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ ID യും കൊടുക്കണം. നിങ്ങളുടെയോ പേരൻസിൻ്റെയോ ഗാർഡിയൻ്റെയോ ഇമെയിൽ ID യോ ഫോൺ നമ്പറോ ആയിരിക്കണം. കാരണം അതുവഴിയാണ് കമ്മ്യൂണിക്കേഷൻ മൊത്തം പോകുന്നത്. അത് നമ്മുടെ ഇന്ന് ആ ഒരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID യോ മിസ്സായാൽ നമുക്ക് ബാക്കിയുള്ള ഡാറ്റ നമുക്ക് കിട്ടാൻ പാടായിരിക്കും. കാരണം രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ OTP ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ ID യുമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതിന് വെരിഫിക്കേഷൻ നമുക്ക് എന്ത് പ്രോസസ്സ് ഉണ്ട്, അവിടെ OTP വെരിഫിക്കേഷൻ പ്രോസസ്സും ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് നീറ്റിന്റെ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.